സെൽഫ് സൊല്യൂഷൻസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്നത് സോഫ്റ്റ്വെയറിന്റെ ബേസിക് ആയിട്ടുള്ള ചില കാര്യങ്ങളെ കുറിച്ചാണ്. അപ്പോൾ സോഫ്റ്റ്വെയർ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്ന എല്ലാ ആൾക്കാരും ഈ വീഡിയോ കണ്ടിരിക്കണം. ഇതിൽ നമ്മൾ ആദ്യമായിട്ട് അറിയേണ്ടത് ഇപ്പോൾ വരുന്ന ആൻഡ്രോയിഡ് മൊബൈലുകളിൽ പ്രധാനമായിട്ട് ഏതൊക്കെ CPU ആണ് വരുന്നതെന്നാണ്. അതിൽ പ്രധാനമായിട്ട് 5 ടൈപ്പ് CPUs ആണ് വരുന്നത്. ഒന്ന് മീഡിയാടെക്കിന്റെ CPU, അതിന് നമ്മൾ MTK എന്ന് പറയും. പിന്നെ സ്പെക്ട്രത്തിന്റെ CPU, അതിന് SPD എന്ന് പറയും. പിന്നെ മൂന്നാമത് കോൾകോമിന്റെ CPU, പിന്നെ കൂൾസാൻഡിന്റെ CPU, ഇന്റലിന്റെ CPU. ഇത്രയും CPUകളാണ് നമുക്ക് ഇപ്പം ആൻഡ്രോയിഡ് മൊബൈലുകളിൽ സാധാരണയായിട്ട് വരുന്നത്. നമ്മൾ ഈ CPUകളിലാണ് നമ്മൾ ഫേംവെയർ അപ്ഡേറ്റ് ആക്കുന്നത് ഈ CPUകളിലേക്കാണ്. ഇതിൽ ഏറ്റവും കൂടുതൽ വരുന്നത് ഈ ആദ്യം കാണിച്ചേക്കുന്ന 4 ടൈപ്പ് CPU ആണ്. ഇന്റലിന്റെ CPU ഏറ്റവും കുറവായിട്ടാണ് ഇപ്പൊ സാധാരണ മാർക്കറ്റിൽ കാണുന്നത്. ഇനി ഞാൻ പറയാം നിങ്ങൾക്ക് എങ്ങനെ ഒരു ബോക്സ് ഇല്ലാതെ, ഒരു ഡൂങ്കിൾ ഇല്ലാതെ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് സോഫ്റ്റ്വെയർ ചെയ്യാൻ സാധിക്കും എന്നുള്ള കാര്യത്തെ പറ്റിയാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. ആദ്യം ഞാൻ പറയുന്നത് നമ്മൾ MTK CPUവിൽ എങ്ങനെയാണ് സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യുക എന്നതിനെ കുറിച്ചാണ്. അതിനായിട്ട് നമുക്ക് കുറച്ച് ഫയലുകളുടെ ആവശ്യകതയുണ്ട്. അതിൽ ഒന്ന് ഫ്ലാഷ് ഫയൽ വേണം. ഈ ഫ്ലാഷ് ഫയലിന് തന്നെയാണ് നമ്മൾ സ്ട്രോക്ക് റോം എന്ന് പറയും, അല്ലെ ഫേംവെയർ എന്ന് പറയും. ഇത് എല്ലാം ഈ ഫ്ലാഷ് ഫയൽ തന്നെയാണ്. പിന്നെ രണ്ടാമത് വേണ്ടത് നമുക്കൊരു ഫ്ലാഷ് ടൂളാണ്. അതായത് ഈ ഫ്ലാഷ് ഫയൽ ലോഡ് ചെയ്യാനായിട്ട് ഒരു ടൂൾ ആവശ്യമാണ്. പിന്നെ മൂന്നാമത് വേണ്ടത് USB ഡ്രൈവർ. പിന്നെ നാലാമത് വേണ്ടത് ADV ഡ്രൈവർ. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ടത്. കുറച്ച് ആൾക്കാർക്ക് ഈ ഫ്ലാഷ് ഫയൽ വേറെയാണ്, സ്റ്റോക്ക് റോം വേറെയാണ്, ഫേംവെയർ വേറെയാണ് എന്നുള്ള തെറ്റിദ്ധാരണയുണ്ട്. അപ്പൊ ഇതെല്ലാം സംഭവം ഒന്ന് തന്നെയാണ്. ഈ ഫ്ലാഷ് ഫയൽ, സ്റ്റോക്ക് റോം എന്ന് പറയുന്നത് ഈ മൊബൈലിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന പ്രോഗ്രാമുകളുണ്ടല്ലോ, അതുതന്നെയാണ് ഈ ഫ്ലാഷ് ഫയൽ എന്ന് പറയുന്നത്. അത് നമുക്ക് അത്യാവശ്യമാണ്. ഒരു ഫ്ലാഷ് ചെയ്യാനായിട്ട് അത് നമുക്ക് വളരെ അത്യാവശ്യമാണ്. പിന്നെ ഇത് ചെയ്യാനായിട്ട് ഒരു ടൂൾ വേണം. അതിനാണ് നമ്മൾ ഫ്ലാഷ് ടൂൾ എന്ന് പറയുന്നത്. അത് സാധാരണ MTKയിൽ നമ്മൾ SP ഫ്ലാഷ് ടൂളാണ് ഉപയോഗിക്കുന്നത്. ഇതിന്റെ ഫുൾ ഫോം സ്മാർട്ട് ഫോൺ ഫ്ലാഷ് ടൂൾ എന്നാണ്. ഇതില് നമ്മൾ MTKയിലുള്ള MTK CPU ഉള്ള എല്ലാ മൊബൈലുകളും നമ്മൾ ഈ ഫ്ലാഷ് ടൂളിലാണ് നമ്മൾ ഫ്ലാഷ് ചെയ്യുന്നത്. നമ്മൾ ഇനി ഈ ഫയലുകളൊക്കെ ഡൗൺലോഡ് ചെയ്യണം. ഫയലുകൾ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് സിപ്പ് ഫയലായിട്ടാണ്. ഇതൊരു കംപ്രസ്ഡ് ഫയലായിട്ടാണ് നമുക്ക് ഡൗൺലോഡ് ചെയ്യുമ്പോൾ കിട്ടുക. അത് നമ്മൾ അൺസിപ്പ് ആക്കാനായിട്ട് ഒന്നുകിൽ നമ്മുടെ കമ്പ്യൂട്ടറിൽ WinRAR ഉണ്ടായിരിക്കണം, അല്ലെ 7-zip ഉണ്ടായിരിക്കണം, അല്ലെ ബിൻ അച്ചീവർ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ഇൻസ്റ്റാൾ ചെയ്തിരിക്കണം. ഇത് ആദ്യം തന്നെ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചാലേ നമുക്ക് ഈ RAR ഫയൽ നമുക്ക് ഫയലായിട്ട് എക്സ്ട്രാക്ട് ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ. ഇതിലേതെങ്കിലും ഒരെണ്ണം ചെയ്താൽ മതി, ഒരെണ്ണമേ നമുക്ക് അത്യാവശ്യമുള്ളൂ. പിന്നെ നമുക്ക് ഡൗട്ട് വരുന്ന കാര്യം, ഇതിനകത്ത് ഏതെങ്കിലും ഒരു മൊബൈൽ നമ്മുടെ കയ്യിൽ വന്നു, അത് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന CPU ഏതാണെന്ന് നമുക്കൊരു ഡൗട്ട് ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഉണ്ടെന്നൊരു നിങ്ങൾ ഈ ബാറ്ററി കവർ അഴിച്ചു വെച്ച് ഇതിനകത്ത് മോഡൽ നമ്പർ കൊടുത്തിട്ടുണ്ടാവും. ആ മോഡൽ നമ്പർ നോക്കുക. ഇത് E353 എന്ന് പറയുന്ന മോഡലാണ്. അപ്പൊ നിങ്ങൾ ഗൂഗിളിൽ ഇവിടെ അടിക്കുക മൈക്രോമാക്സ് E353 ചിപ്സെറ്റ്. ഇങ്ങനെ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിനകത്ത് കാണാൻ സാധിക്കും ഇതിന്റെ ഏതാണ് ചിപ്സെറ്റ് എന്നുള്ളത്. ഇതുണ്ട്, ഇത് മീഡിയാടെക്കിന്റെ ആണ്. അപ്പം നമുക്ക് മനസ്സിലാകും ഇതിനകത്ത് ഏത് ഫ്ലാഷ് ടൂളാണ് ഉപയോഗിക്കേണ്ടതെന്നുള്ളത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് മൈക്രോമാക്സ് ഏതാണ് മോഡൽ നമ്പർ കൊടുക്കുക. അത് കഴിഞ്ഞേച്ച് സ്പേസ് ഇട്ടേച്ച് CPU ടൈപ്പ് എന്നടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഏതാണ് CPU ഇതിനകത്ത് കൊടുത്തേക്കുന്നതെന്ന് നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഇതിനിപ്പോൾ ഏത് മൊബൈലാണെങ്കിലും നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഇതിന്റെ മോഡൽ നമ്പർ ഇതിവിടെ ഗൂഗിളിൽ അടിച്ചു നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈസി ആയിട്ട് ഇതിന് അകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ചിപ്സെറ്റ് ഏതാണെന്ന് വളരെ കൃത്യമായിട്ട് അറിയാൻ സാധിക്കും.
അപ്പോൾ നമുക്കിത് ഫ്ലാഷ് ചെയ്യാനായിട്ട് ആവശ്യമുള്ളത് SP ഫ്ലാഷ് ടൂൾ ആണ്. അതിനു വേണ്ടിയിട്ട് നമ്മളിവിടെ SP ഫ്ലാഷ് ടൂൾ എന്ന് അടിച്ചു കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് വെച്ച് ഇതിനകത്ത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു വെർഷൻ ഡൗൺലോഡ് ചെയ്യുക. ഇതുകൊണ്ട് ഇതിനകത്ത് ഒരുപാട് വെർഷൻസ് ഉണ്ട്. അതിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു വെർഷൻ ഡൗൺലോഡ് ചെയ്യുക. ഇതാണ് ഇതിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വെർഷൻ. നിങ്ങൾക്ക് ഇവിടെ ലേറ്റസ്റ്റ് എന്ന് കാണാം. അപ്പോൾ ഇത് ഡൗൺലോഡ് ചെയ്യാനായിട്ട് ഇതിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക. ഞെക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ കറക്റ്റ് ആയിട്ട് സേവ് ആകും. പിന്നെ നിങ്ങൾക്ക് വേണ്ടത് ഫ്ലാഷ് ഫയലാണ്. ഫ്ലാഷ് ഫയൽ ഡൗൺലോഡ് ചെയ്യാനായിട്ട് നിങ്ങളുടെ മോഡൽ ഏതാണോ ആ മോഡൽ അടിക്കുക. മൈക്രോമാക്സ് E353യുടെ ഫ്ലാഷ് ഫയലാണ് നമുക്ക് ആവശ്യമുള്ളത്. അപ്പോൾ ഈ മൈക്രോമാക്സ് E353 എന്ന് അടിച്ചു കൊടുക്കുക. ഫ്ലാഷ് ഫയൽ എന്നോ ഫേംവെയർ എന്നോ സ്റ്റോക്ക് റോം എന്നോ ഏത് വേണേലും അടിച്ചു കൊടുക്കാം. എന്നിട്ട് നിങ്ങൾക്ക് ഈ ആദ്യം കാണുന്ന ലിങ്കിൽ തന്നെ പോവാം. നിങ്ങൾ 2-3 ലിങ്ക് ഓപ്പൺ ആയിക്കൊള്ളുക. അതിൽ ഏറ്റവും ഈസി ആയിട്ട് എവിടെ നിന്നാണ് ഫയൽ കിട്ടുന്നത് അത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കും. ഈ ഭാഗത്തൊന്നും നിങ്ങളൊന്നും ഞെക്കാൻ പോകണ്ട. ഇത് അഡ്വർടൈസ്മെന്റും കാര്യങ്ങളും ഒക്കെയാണ്. ഇത് കണ്ടോ, ഇവിടെ ഗെറ്റ് ലിങ്ക് എന്നുണ്ടാവും. ഇവിടെ നിങ്ങൾക്ക് ഫയല് ഡൗൺലോഡ് ചെയ്യാം. ഇവിടെ ഇത് 985 MB ആണ് ഫ്ലാഷ് ഫയല്. അത് ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഡൗൺലോഡ് ചെയ്യാനായിട്ട് ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു വിൻഡോയിലേക്ക് വരും. ഇത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. പിന്നെ ആവശ്യമുള്ളത് ഇത് സിപ്പ് ഫയലായിരിക്കും. അപ്പം നിങ്ങൾക്ക് ഇത് അൺസിപ്പ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഒരു ഫയൽ ആവശ്യമുണ്ട്. ഒന്നുകിൽ RAR അല്ലെങ്കിൽ 7-zip. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ അൺസിപ്പ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഇവിടെ 7-zip എന്നടിച്ചു കൊടുക്കുക. അപ്പോൾ ഈ 7-zip ഡൗൺലോഡ് എന്ന് പറയുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്തേച്ച് ഈ സാധനം ഇൻസ്റ്റാൾ ചെയ്തിരിക്കണം. ഇതിലിവിടെ ക്ലിക്ക് ചെയ്താൽ മതി. ഇതിനകത്ത് ഇവിടെ ഒരു പ്രശ്നം വരുന്നത്, ഇത് ഡൗൺലോഡ് ചെയ്യാനായിട്ട് നിങ്ങൾ ഒരു കാര്യം ചെയ്യണം. നിങ്ങളുടെ വിൻഡോ 32 ബിറ്റ് ആണോ 64 ബിറ്റ് ആണോ എന്ന് നോക്കണം. അതിന് നിങ്ങളിവിടെ മൈ കമ്പ്യൂട്ടറിന്റെ പ്രോപ്പർട്ടീസിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഇത് 32 ബിറ്റ് ആണ്. അപ്പം നിങ്ങൾക്ക് ഈ 32 ബിറ്റ് തന്നെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യണം. ഈ ഫസ്റ്റ് ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഡൗൺലോഡ് ആയിക്കോളും. ഓക്കെ, ഡൗൺലോഡ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് മൈക്രോമാക്സിന്റെ USB ഡ്രൈവറും ADB ഡ്രൈവറുമാണ്. അപ്പൊ ഇവിടെ നമുക്ക് മൈക്രോമാക്സ് E353 USB ഡ്രൈവർ എന്ന് അടിച്ചു കഴിഞ്ഞാൽ മൈക്രോമാക്സിന്റെ E353യുടെ USB ഡ്രൈവർ വരും. ഇത് നിങ്ങൾക്ക് ഇവിടുന്ന് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. ഇവിടെ പ്രസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഇത് ഡൗൺലോഡ് ആക്കാൻ സാധിക്കും. ഇതാണ് ഇതിന്റെ ഡ്രൈവർ. ഇതിനകത്ത് ഇപ്പം MediaTek ഡ്രൈവറും കൂടെ വന്നിട്ടുണ്ട്, MTKയുടെ ഡ്രൈവറും കൂടെ വന്നിട്ടുണ്ട്. അപ്പം ഇത് ഒരെണ്ണം മാത്രം ഡൗൺലോഡ് ചെയ്താൽ രണ്ടും കിട്ടും. ഇതിനകത്ത് USB ഡ്രൈവറും ഉണ്ടാവും, MTKയുടെ ഡ്രൈവറും ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള ഫയലുകളായിരിക്കും കിട്ടുക. ഒന്നുകിൽ നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ RAR ഫയൽ ഉണ്ടാകണം, അല്ലെങ്കിൽ 7-zip ഉണ്ടാവണം. അപ്പോൾ ഈ ഫയൽ നമുക്ക് എക്സ്ട്രാക്ട് ചെയ്യാനായിട്ട് നമുക്കിവിടെ ന്യൂ ഫോൾഡറിലേക്ക് കൊണ്ടുവരാം. ഡെസ്ക്ടോപ്പിൽ ഇതിൽ നമ്മൾ ഈ RAR ഫയൽ പേസ്റ്റ് ചെയ്യുന്നു. ചിലപ്പോൾ സിപ്പ് ഫയൽ ആയിട്ടായിരിക്കും. ഇത് സിപ്പ് ഫയൽ ആണെങ്കിലും RAR ആണെങ്കിലും
നിങ്ങൾ എക്സ്ട്രാക്ട് ഹിയർ എന്ന് കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ ഒരു ഫോൾഡറായിട്ട് നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. ഇതുപോലെ തന്നെയാണ് ഫ്ലാഷ് ഫയൽ ആയാലും നമ്മുടെ SP ടൂളാണേലും എല്ലാം ഇതുപോലെ എക്സ്ട്രാക്ട് ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ ഫ്ലാഷ് ഫയലും SP ടൂളും കൂടെ ഞാനിവിടെ പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ SP ടൂള് നമുക്ക് എക്സ്ട്രാക്ട് ചെയ്യാനായിട്ട് എക്സ്ട്രാക്ട് ഹിയർ എന്ന് കൊടുക്കാം. ഈ ഫ്ലാഷ് ഫയലും നമുക്കൊന്ന് എക്സ്ട്രാക്ട് ചെയ്യണം. ഇനി നമ്മൾ ഇനി ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ SP ടൂൾ എന്ന് പറയുന്ന സാധനം ഓപ്പൺ ആക്കണം. ഇത് ടൂളാണ്. ഇത് നമുക്ക് ഫ്ലാഷ് ചെയ്യാനുള്ള ഒരു ടൂളാണ്. ഇത് ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓപ്പൺ ആകും. അതായത് ഇവിടെ ഫ്ലാഷ് ടൂൾ എന്ന് എഴുതിയിട്ടുണ്ടാവും. ഇതിലാണ് ഡബിൾ ക്ലിക്ക് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു വിൻഡോ ആണ് കാണുന്നത്. ഇതിൽ ഈ സ്കാറ്റർ ലോഡിംഗ് ഫയൽ എന്നുള്ളതെടുത്ത് നിങ്ങൾക്ക് ഇവിടെ ചൂസ് ചെയ്ത് വെച്ച് നിങ്ങളുടെ ഫയല് നമുക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. അതിനകത്തോട്ട് ഇതിൽ നമ്മൾ ഇത് ഫയൽ വെച്ചേക്കുന്നത് ഡെസ്ക്ടോപ്പിൽ ന്യൂ ഫോൾഡർ 4ലാണ്. ഇതിൽ ഇതാണ് നമ്മുടെ ഫയൽ ഫോൾഡർ. ഇതൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതിനകത്ത് പറയുന്നുണ്ട് ഇത് ഈ വെർഷൻ അല്ല നമുക്ക് വേണ്ടത്, 5.2032 ഈ വെർഷനാണ് നമുക്ക് വേണ്ടതെന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ആ വെർഷൻ ഒന്ന് ഡൗൺലോഡ് ചെയ്യാം. ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ഇവിടെ എഴുതി കാണിക്കും ഈ വെർഷൻ അല്ല നിങ്ങൾക്ക് വേണ്ടതെന്നുള്ള കാര്യം എഴുതി കാണിക്കും. അപ്പം നമുക്ക് ആ ഫ്ലാഷ് ടൂള് നമുക്ക് കൊണ്ടുവരാം. ഇത് ഓക്കെ കൊടുക്കുക. ഇത് ക്ലോസ് ചെയ്യുക. ഇത് ഞാൻ ആ SP ഫ്ലാഷ് ടൂള് ഈ വെർഷൻ ഞാൻ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. അത് നമുക്കിവിടെ പേസ്റ്റ് ചെയ്യാം. പേസ്റ്റ് ചെയ്ത് വെച്ച് ഇതൊന്ന് എക്സ്ട്രാക്ട് ചെയ്യാം. ചില കേസിൽ അങ്ങനെ ചില ഫ്ലാഷ് ടൂള് ചില കേസിൽ നമുക്ക് സോഫ്റ്റ്വെയർ ചെയ്യാനായിട്ട് പറ്റത്തില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ അത് എഴുതി കാണിക്കും. അങ്ങനെ ഉണ്ടെന്നൊരു ആ വെർഷൻ ഡൗൺലോഡ് ചെയ്താൽ മതി. അപ്പോൾ ഈ സ്കാറ്ററിൽ നമ്മൾ നമ്മുടെ ഫയല് ചൂസ് ചെയ്ത് കൊടുക്കണം. അപ്പം ഡെസ്ക്ടോപ്പിൽ ന്യൂ ഫോൾഡർ 4ൽ ഈ ഫോൾഡറിനകത്ത് ഇതാണ് നമ്മുടെ ഫയല്. ഇപ്പോൾ എററൊന്നും വന്നിട്ടില്ല. അപ്പോൾ ഇത് നോക്ക്, ഇതിനകത്ത് പ്രീലോഡർ, ബൂട്ട് ഫയൽ, എല്ലാ ഫയലും ഇതിനകത്തുണ്ട്. എല്ലാ ഫയലുകളും ഈ സ്കാറ്റർ ഫയലിനകത്ത് ലോഡായിട്ടുണ്ട്. ഇനി എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി നമ്മൾ ഏത് മൊബൈലാണ്, പിന്നെ നമ്മൾ 353 ആണ്. അപ്പം നമ്മൾ കമ്പ്യൂട്ടറുമായിട്ട് ഈ ഡാറ്റ കേബിളിൽ നമ്മൾ ഇതൊന്ന് കണക്ട് ചെയ്യണം. കമ്പ്യൂട്ടറുമായിട്ട് മൊബൈൽ കണക്ട് ചെയ്യുക എന്നുള്ളതാണ് അടുത്ത സ്റ്റെപ്പ്. ഇനി നമ്മുടെ USB ഡ്രൈവർ ഇൻസ്റ്റാൾ ചെയ്യണം. ഇതിന് USB ഡ്രൈവർ ആവശ്യമാണ്. നമ്മുടെ USB ഡ്രൈവർ കിടക്കുന്നത്, ഇതൊന്ന് മിനിമൈസ് ചെയ്യാം. USB ഡ്രൈവർ കിടക്കുന്നത് ഇത് ക്ലോസ് ചെയ്യാം. ന്യൂ ഫോൾഡർ 4ൽ മീഡിയ ടെക് ഡ്രൈവർ, ഇതിനകത്താണ് നമ്മുടെ USB ഡ്രൈവർ കിടക്കുന്നത്. ഇതൊന്നുകിൽ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് എടുത്തോളും, ഇല്ലെങ്കിൽ നിങ്ങൾ നേരെ മൈ കമ്പ്യൂട്ടറിൻ്റെ പ്രോപ്പർട്ടീസിൽ പോവുക, മാനേജറിൽ പോവുക, ഡിവൈസ് മാനേജറിൽ പോവുക. പിന്നെ ഇതിൽ വന്നേച്ച് നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടത് ഇതിൻ്റെ കോം പോർട്ട് എവിടെയാണോ അവിടെ ഇതിൻ്റെ ഡ്രൈവർ ഇൻസ്റ്റാൾ ആയിട്ടുണ്ടോ എന്നുള്ളത് നോക്കുകയാണ്. ഇവിടെ എവിടെയെങ്കിലും ഏതെങ്കിലും യെല്ലോ കളർ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഇതിൻ്റെ ഡ്രൈവർ ഇൻസ്റ്റാൾ ആയിട്ടില്ല. ആ യെല്ലോ കളർ കാണിക്കുന്നിടത്ത് നിങ്ങൾ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, അപ്ഡേറ്റ് ഡ്രൈവർ കൊടുക്കുക. ഡ്രൈവർ ചോദിക്കും. ഡ്രൈവർ ചോദിക്കുന്നത് നമ്മുടെ ഈ ഡെസ്ക്ടോപ്പിൽ ഈ എവിടെയാണോ ഇരിക്കുന്നത് അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഓട്ടോമാറ്റിക്കായിട്ട് ഡ്രൈവർ എടുത്തോളും. ഇതാണ് നമ്മുടെ സ്മാർട്ട് ഫോണിൻ്റെ ഡ്രൈവർ. ഇത് നമ്മുടെ ഏതാണ് 64 ബിറ്റ് ആണെങ്കിൽ 64 ബിറ്റ്, 32 ആണ് 32 ഏതാണെന്നൊരു കറക്റ്റായിട്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക. അങ്ങനെ നിങ്ങൾക്ക് ഈ മൊബൈലിൻ്റെ USB ഡ്രൈവർ ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. ഇനി നമ്മൾക്ക് പറയാനുള്ളത് ADB ഡ്രൈവറിൻ്റെ കാര്യമാണ്.
ADB ഡ്രൈവർ ഇൻസ്റ്റാൾ ചെയ്യാനായിട്ടും ഇങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത്. നിങ്ങൾ മാനേജിൽ പോവുക, ഡിവൈസ് മാനേജറിൽ പോവുക, ആക്ഷന് ആഡ് ലെഗൻസി ഹാർഡ്വെയർ, പിന്നെ ഇതൊന്ന് ടിക്ക് മാർക്ക് ചെയ്യണം, പിന്നെ നെക്സ്റ്റ് അടിക്കണം. പിന്നെ നമ്മൾ ആൻഡ്രോയിഡ് ഡിവൈസ്, പിന്നെ നെക്സ്റ്റ്. ഇവിടുന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ MTK ഡ്രൈവർ നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇത് ഇൻസ്റ്റാൾ ആവുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് ഈ MTK ഉപയോഗിച്ചുള്ള CPU ഒരുപാട് ആൻഡ്രോയിഡ് മൊബൈലിൽ വരുന്നുണ്ട്. അതെല്ലാം നിങ്ങൾക്ക് ഈ SP ഫ്ലാഷ് ടൂൾ വെച്ച് നിങ്ങൾക്ക് ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്യുകയോ ഫുള്ള് ഫയൽ ഡിലീറ്റ് ചെയ്തേച്ച് വേറെ പ്രോഗ്രാം ഇടുകയോ ഒക്കെ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയൊക്കെ ചെയ്തിട്ടും പിന്നെയും നിങ്ങളുടെ മൊബൈൽ കമ്പ്യൂട്ടറുമായിട്ട് കണക്റ്റ് ആവുന്നില്ലെങ്കിൽ നിങ്ങളുടെ USB കേബിൾ ഒന്ന് മാറി നോക്കുക. പിന്നെ വരാൻ സാധ്യതയുള്ളത് നിങ്ങളുടെ ഈ പറയുന്ന ചാർജിങ് കണക്ടർ, ആ കണക്ടറിന് എന്തെങ്കിലും വിഷയം ഉണ്ടായിട്ടായിരിക്കാനുള്ള സാധ്യതയാണ് കൂടുതൽ. അപ്പോൾ MTK CPU വെച്ചുള്ള ഡിവൈസുകൾ എങ്ങനെയാണ് സോഫ്റ്റ്വെയർ ചെയ്യുന്നതെന്നാണ് പറഞ്ഞത്. ഇനി ബാക്കിയുള്ള കുറച്ച് CPUs ഉണ്ട്. ആ CPU ഉള്ള ആൻഡ്രോയിഡ് മൊബൈലുകൾ എങ്ങനെയാണ് ഫ്ലാഷ് ചെയ്യുക, എങ്ങനെയാണ് അപ്ഡേറ്റ് ചെയ്യുക എന്നതിനെക്കുറിച്ച് ഞാൻ അടുത്ത ഒരു വീഡിയോയിൽ പറയുന്നതാണ്. അപ്പോൾ ഇത്രയൊക്കെ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് ഇത് അപ്ഗ്രേഡ് മാത്രം ചെയ്താൽ മതിയെങ്കിൽ അപ്ഗ്രേഡ് മാത്രം സെലക്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇത് ഫുള്ള് പ്രോഗ്രാം മാറ്റി വെച്ച് ചെയ്യാനാണെന്നൊരു ഇത് അതിൻ്റെ രീതിക്ക് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം മൊബൈൽ കമ്പ്യൂട്ടറുമായിട്ട് കണക്ട് ചെയ്യുക. കണക്ട് ചെയ്തതിന് ശേഷം ഡൗൺലോഡ് എന്ന് പറയുന്ന ഈ ബട്ടണിൽ ഞെക്കുക. അതിനുശേഷം ബാറ്ററി ഇൻസേർട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ താഴെ നിങ്ങളുടെ സോഫ്റ്റ്വെയർ മൊബൈലിലേക്ക് റൈറ്റ് ചെയ്യാൻ തുടങ്ങുന്നതാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഇതിനെപ്പറ്റി എന്തെങ്കിലും ഡൗട്ടുള്ളവർ താഴെ കമൻ്റായിട്ട് ചോദിക്കുക. അപ്പോൾ ഒരു പുത്തൻ കിടിലൻ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം, ഗുഡ് ബൈ.